അറിയാവല്ലോ, മുല്ലപ്പെരിയാർ ഇപ്പോഴും ഭീഷണിപ്പെടുത്തുമ്പോൾ അതിനൊന്നും വരാതിരിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അത് വന്നാൽ പിന്നെ ഇടുക്കിയെ അത് ബാധിക്കുമത്രേ. അത് പിന്നെ ഇങ്ങോട്ട് ഒഴുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലുവയാണ്, മലയല്ലേ, അവിടുത്തെ ഇടുക്കിയിലെ മലയല്ലേ, ആലുവയ്ക്ക് എന്ത് ചെയ്തോന്ന് ഇന്ന് പ്രളയാനന്തര കാലത്ത് നമ്മളാരും ചോദിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം പെരിയാർ യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രളയം പെരിയാറിന് സമ്മാനിച്ചത് എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവരാണ് ആലുവക്കാർ. ഇടുക്കി ഇളകിയാൽ പെരിയാറില്ല, ആലുവയില്ല, സമതലങ്ങളെങ്ങുമില്ല. വയനാട് കലിതുള്ളിയാൽ ആ പ്രദേശങ്ങളില്ല. അതുകൊണ്ട് അള്ളാഹു ഇതിനെ ഓരോന്നിനെയും പരസ്പരാശ്രയത്വത്തിൽ, പരസ്പര ബന്ധത്തിൽ നിർത്തിയിരിക്കുക. ഭൂമിയിലെ ഒരു മനുഷ്യനും സ്വയം പര്യാപ്തനല്ല. ഓരോരുത്തരും അന്യോന്യം സഹകരിച്ചും സഹായിച്ചും ഒരാളുടെയും അവകാശങ്ങളിൽ കൈവയ്ക്കാതെയും അവൻ്റെ സുരക്ഷിതമായ നിലനിൽപ്പിന് സഹായകമായി അള്ളാഹു ഒരുക്കി വെച്ച മണ്ണിന് നേരെ കയ്യേറാതെയും നമുക്ക് ജീവിക്കണം സഹോദരങ്ങളെ. അത് അള്ളാഹു നമ്മളോട് പറയുകയാണ്. നിങ്ങളെന്താ ഇതെല്ലാം ഓരോ കൊല്ലവും നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടും നിങ്ങളൊന്നത് മടങ്ങാത്തത്, തിരുത്താത്തത്, പഠിക്കാത്തത്? പഠനം, ചിന്ത, തിരുത്തൽ. ദുരന്തങ്ങൾ വരുമ്പോൾ അള്ളാഹു തആല നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങളങ്ങോട്ട് സുരക്ഷിതരായിരിക്കുന്നു എന്ന് വെറുതെ കരുതുകയാണോ? അള്ളാഹു പറയുന്നു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, അള്ളാഹു ആകുന്നു ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി വിധേയമാക്കി തന്നവൻ. ഈ ഭൂമിയെ വിധേയമാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. വിധേയമാക്കിയവൻ അള്ളാഹുവാ. ഫംശൂ ഫീ മനാകിബിഹാ, അതിനാൽ അതിൻ്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടന്നോളൂ. അതിൻ്റെ ചുമലിലൂടെ നടന്നോ. എങ്ങാനും 30 കിലോമീറ്റർ സെക്കൻഡിൽ മിടിക്കുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമി ഒന്ന് ഉലഞ്ഞാൽ നിങ്ങൾ നടക്കുമോ? ഭൂകമ്പത്തിൻ്റെ ചെറിയ കുലുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ കുലുങ്ങി വിറച്ച് നിലം പൊത്തുന്ന കാഴ്ച എത്ര കണ്ടു? ഫംശൂ ഫീ മനാകിബിഹാ, അതിൻ്റെ തോളത്ത് ചവിട്ടി നടന്നോ എന്നുള്ള പറയുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? അങ്ങനെ ഒന്നും നിങ്ങൾക്ക് നടക്കാൻ പറ്റുമായിരുന്നില്ല. വകുലൂ മിർ റിസ്ഖി, അവൻ്റെ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ തിന്നോളൂ. പക്ഷേ ഇലൈഹി നുശൂർ, അവങ്കലേക്കാണ് മടക്കം എന്ന കാര്യം മറക്കരുത്. ഇത്രയും പറഞ്ഞിട്ടുള്ള ചോദിക്കുക, അമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ, ആകാശത്തിലുള്ളവൻ നിങ്ങളെയും കൊണ്ട് ഈ ഭൂമി വിഴുങ്ങിക്കളയുന്നതിൽ നിന്ന്, ആകാശത്തുള്ളവൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങളെയും കൊണ്ട് നിങ്ങളെ ഈ ഭൂമി വിഴുങ്ങിക്കളയുന്നതിനെ കുറിച്ച് നിങ്ങൾ പേടിയില്ലാതെ കഴിയുകയാണോ? നിർഭയരായിരിക്കുകയാണോ? മണ്ണ് മലകൾ വിണ്ടുകേറി അതിലേക്ക് ഗ്രാമങ്ങൾ, ആളുകൾ ആണ്ടുപോകുന്ന ഈ വിഴുങ്ങൽ, ഭൂമിയുടെ വിഴുങ്ങൽ, മണ്ണിടിച്ചിലിൽ നിങ്ങൾ അകപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? മുകളിൽ നിന്ന്, മലകളിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന, അതിശക്തമായി പൊട്ടിയൊഴുകുന്ന വലിയ മലവെള്ളപ്പാച്ചിലിനെ താങ്ങി നിർത്താനുള്ള ശേഷിയുള്ള വലിയ മരങ്ങളുണ്ടവിടെ. ആ മരങ്ങളിൽ അതുപോലെ തന്നെ കൊച്ചു കൊച്ചു മരങ്ങളുണ്ട്. അതൊക്കെ മുറിച്ചു മാറ്റുമ്പോൾ അവിടെയൊക്കെ ആ വലിയ വെള്ളപ്പാച്ചിൽ തട്ടിയൊഴുകി പല വഴികളിലായി, കൈവഴികളിലായി ഒഴുകി മാറി ആ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ ആഘാതം കുറയ്ക്കാനുള്ള ഏർപ്പാടെല്ലാം പടച്ചോൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ആ വഴികളിൽ നിന്ന് തുടച്ചു നീക്കി പയ്യവർ നമ്മളല്ലേ. ഈ കഴിഞ്ഞ നാളുകൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, നാം ജീവിക്കുന്ന മണ്ണിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കൊച്ചു കേരളത്തെ സംബന്ധിച്ച് വിശേഷിച്ചും വളരെ ഭയാനകമായ അനുഭവങ്ങളാണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലും കണ്ണിലും നിറഞ്ഞു നിൽക്കുന്നത്. വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ ആവും എന്ന് നാം കരുതി നാം ഓരോരുത്തരും മണ്ണൊരുക്കുന്ന, പാർപ്പിടമൊരുക്കുന്ന നമ്മുടെ മനോഹരമായ ഈ ഭൂമി, പക്ഷേ നമുക്ക് നിർഭയമായി ജീവിക്കാൻ കഴിയുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറി തികച്ചും നാം ജീവിക്കുന്ന പ്രദേശങ്ങളൊക്കെ അരക്ഷിതമാവുകയാണ്. ഭയചകിതമായി മാത്രം ജീവിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് മാറുകയാണ്, നമ്മുടെ ഭൂമി മാറുകയാണ് എന്ന് നാം ഓരോരുത്തരും വേദനയോടുകൂടി ഓർക്കേണ്ട നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വയനാട്ടിലെ മടിക്കൈയിലും ചൂരമലയിലുമുണ്ടായ മഹാദുരന്തം മലയാളത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ സങ്കടവും സഹതാപവും ശ്രദ്ധയും പിടിച്ചു പറ്റിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടിത് എന്ന ചിന്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നത് തന്നെയാണ് ഇപ്പോഴും നമ്മെ ഓരോരുത്തരെയും
വളരെ ഗൗരവപൂർവ്വം ആലോചിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഭൂമി നമുക്ക് നിർഭയമാക്കി തന്നത്, മനോഹരമായ ഒരു തൊട്ടിലാക്കി നമുക്ക് ഒരുക്കി തന്നത്, അലം നജ്അലിൽ അർള മിഹാദ, അലം നജ്അലിൽ അർള മിഹാദ, നാം ഭൂമിയെ നിങ്ങൾക്കൊരു തൊട്ടിലാക്കി തന്നില്ലേ, ഒരു തൊട്ടിലാക്കി തന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതുപോലെ അള്ളാഹു നിങ്ങൾക്ക് വിശാലമായി ഇത് വിരിച്ചിട്ട് തന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹു ചോദിക്കുമ്പോൾ ഇതൊക്കെ ഭൂമിയുടെ ആകൃതി പറയലാണ് എന്ന് വിചാരിച്ച് പരന്ന ഭൂമി എന്ന് അള്ള പറഞ്ഞളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാൻ പോലും തയ്യാറാകുന്ന അഹങ്കാരികൾ നിറഞ്ഞ ഒരു ലോകത്ത് നമ്മൾ ഓരോരുത്തരും അള്ളാഹു ഈ നമ്മുടെ നേരെ ചൂണ്ടിക്കാട്ടുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ആഴം, അതിൻ്റെ പരപ്പ്, അത് നമ്മൾ ചിന്തിക്കാൻ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ശരി. അള്ളാഹു ഇത് പറയുമ്പോൾ ഭൂമിയെ അങ്ങനെ ആക്കി തന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ ഭൂമിയുടെ അടിസ്ഥാനപരമായ പ്രകൃതം അങ്ങനെ തന്നെ ആവുക അല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇളകാനും മറിയാനും കിടുങ്ങി വിറയ്ക്കാനും പ്രകമ്പനം കൊള്ളാനും എന്തുകൊണ്ടും അർഹവും യോഗ്യവുമായ ഒരു ഭൂമിയിലാണ് നമ്മുടെ ജീവിതം എന്നത് നമ്മൾ പലപ്പോഴും മറന്നു കളയുകയാണ്. നമ്മുടെ ഭൂമി കുലുങ്ങുകയോ അല്ലെങ്കിൽ നമ്മുടെ ഭൂമി തകരുകയോ നമ്മുടെ ഭൂമിക്കൊരു നാശം വരികയോ ഇതൊക്കെ ഉണ്ടാകുമെന്ന് അള്ളാഹു പറയുമ്പോൾ, അവൻ്റെ പ്രവാചകൻ പറയുമ്പോൾ, അവൻ്റെ ഗ്രന്ഥം പറയുമ്പോൾ നമുക്കൊക്കെ ഇന്നും വലിയ പുച്ഛമാണ്. നമ്മൾ വിചാരിക്കുന്നത് അത്രമാത്രം അരക്കിട്ടുറപ്പിച്ച ഒരു ഭൂമിയിലാണ് നമ്മുടെ ജീവിതമെന്നാണ്. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഇന്നറിയാം, നാം യഥാർത്ഥത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന ഈ ഭൂമി സത്യത്തിൽ ഉറച്ചതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നതിലെ അത്ഭുതം സത്യത്തിൽ ഒരു നിമിഷം ചിന്തിച്ചാൽ ആ അത്ഭുതത്തിൻ്റെ മുമ്പിൽ തന്നെ നാം പതറി നിന്നു പോകും. നമ്മുടെ മനസ്സിൻ്റെ ആലോചനയുടെ ചിന്തയുടെ വാതിലുകൾ നമ്മളൊന്ന് തുറന്നു വെച്ചാൽ, വിരലൊന്ന് ഞൊടിക്കുമ്പോൾ നമ്മയും കൊണ്ട് 30 കിലോമീറ്റർ വേഗത്തിൽ കറങ്ങുന്ന, വിരലൊന്ന് ഞൊടിക്കുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മയും കൊണ്ട് 30 കിലോമീറ്റർ വേഗത്തിൽ കറങ്ങുന്ന ഒരു ഭൂമിയിലാണ് എവിടെയും കുറ്റിയുറപ്പിച്ച് നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത, സ്ഥാപിക്കപ്പെട്ടിട്ടില്ലാത്ത, ആകാശ സീമകളിൽ പമ്പരം പോലെ കറങ്ങുന്ന ഒരു ഭൂമിയിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നമ്മുടെ ഈ ജീവിത നിമിഷങ്ങൾക്കിടയിൽ, ഈ ദുരന്താനുഭവങ്ങൾക്കിടയിൽ നാം ഒരല്പം ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് നാം ഈ ഭൂമിയെ അണിയിച്ചൊരുക്കി പരത്തി വിരിച്ച് തന്നില്ലേ, നിങ്ങൾക്കിതൊരു തൊട്ടിൽ പോലെയാക്കി തന്നില്ലേ എന്നൊക്കെ അള്ളാഹു ചോദിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുക. നമ്മയും കൊണ്ട് സ്വയം കറങ്ങുന്ന അതോടൊപ്പം തന്നെ ഭ്രമണത്തോടൊപ്പം പരിക്രമണവും, സൂര്യന് ചുറ്റും സൂര്യനോടൊപ്പം സൗരയൂഥത്തോടൊപ്പം മറ്റൊരു കറക്കം, ഭ്രമണവും പരിക്രമണവും, ഇങ്ങനെ 2 തരം കറക്കങ്ങൾക്ക് സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നതോടൊപ്പം വിധേയമാകുന്ന ഒരു ഭൂമിയെ ഇത്ര സുരക്ഷിതമായി, ഇത്ര മനോഹരമായി സംവിധാനിച്ച ശക്തി യഥാർത്ഥത്തിൽ ആരാണ്? ആരുമില്ലാതെയാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് നാം കരുതിപ്പോയെങ്കിൽ ആ കരുതലുകളെ ഈ ഭൂമിയുടെ ഖലീഫയായി അയക്കപ്പെട്ട ബുദ്ധിയുള്ള ചിന്താശേഷി കൊണ്ടത് നമ്മുടേതല്ല, അതും അല്ലാഹു തന്നതാണ്. ആ ബുദ്ധി കൊണ്ട്, ആ ചിന്ത കൊണ്ട് ഈ ഭൂമിയുടെ മുകളിൽ ഉപരിതലത്തിൽ സുരക്ഷിതമായി ജീവിക്കുന്നതിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ഓർക്കാൻ തയ്യാറല്ലെങ്കിൽ, ഈ ഭൂമിയെ സുരക്ഷിതമാക്കി തീർക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഒരുക്കി വച്ചിരിക്കുന്ന നിമ്നോന്നതങ്ങളെക്കുറിച്ച്, പ്രകൃതിയുടെ ആസൂത്രിതമായ സംവിധാന പൊരുത്തത്തെക്കുറിച്ച്, അതിൻ്റെ താളപ്പൊരുത്തത്തെക്കുറിച്ച്, അതൊക്കെ ഒരുക്കി വെച്ച് തന്നവനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാൻ നമ്മൾ തയ്യാറല്ലെന്ന് വന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആ സംവിധാനങ്ങളുടെ ഉടമസ്ഥൻ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രിയപ്പെട്ടവരെ, മഹാദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട സംഗതികളാണ്. ഇവിടെ പലപ്പോഴും സുനാമികൾ ഉണ്ടാകുമ്പോൾ സമതല പ്രദേശങ്ങളെ കീഴടക്കിക്കൊണ്ട് കടൽ തിരകൾ നമ്മുടെ പ്രതീക്ഷകളെ മുഴുവൻ കടത്തിവെട്ടി
പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്തേക്ക് ആകാശത്തേക്ക് വലിയ തെങ്ങുകളുടെ ഉയരത്തിൽ കടൽ ജലം ഇരമ്പിയാർത്ത് വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കടൽ തീരങ്ങൾ സുരക്ഷിതമാണോ? എവിടെയാണ് നമ്മളുടെ നിർഭയത്വം? നമുക്കൊന്നും ഭയക്കേണ്ടാത്തൊരു ഭൂമിയാണെന്ന തോന്നൽ നമ്മെ എങ്ങനെയാണ് വഞ്ചിച്ചത്? സുനാമിയെ അള്ളാഹു നമ്മുടെ മുമ്പിൽ കാട്ടിത്തന്നു. നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ സുനാമി അനുഭവത്തിന് വിധേയരായ വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇന്തോനേഷ്യയിലെ സുമാത്രയിലെ സുനാമി 5 ലക്ഷം ആളുകളെ, ഔദ്യോഗികമാണല്ലോ കണക്ക്, അതിലൊന്നും ഒതുങ്ങില്ല, അത്രയും ആളുകളെ വിഴുങ്ങിക്കളഞ്ഞപ്പോൾ ആ സംഭവത്തിന് സാക്ഷിയായി അവിടെ ഉണ്ടായിരുന്നവരുണ്ട് നമ്മളോടൊപ്പം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? അള്ളാഹുവിൻ്റെ ഭൂമി സുരക്ഷിതമാണ് എന്നത് ആ ഭൂമിയുടെ സ്വയം പ്രകൃതമല്ല. ഭൂമിക്ക് നമ്മുടെ എല്ലാ സുരക്ഷിതാവസ്ഥയും നിർഭയാവസ്ഥയെയും തകിടം മറിക്കാൻ ഭൂമിക്കാകും. അതിനെ സുരക്ഷിതമായി അടക്കി ഒതുക്കി നിർത്തി ഇത്രയും വേഗത്തിൽ കറങ്ങുമ്പോൾ, ഇത്രയും സെക്കൻഡിൽ വിരലൊന്ന് ഞൊടിക്കുമ്പോൾ 30 കിലോമീറ്റർ, അത്രയും വേഗത്തിൽ ഓടുന്ന കാറുണ്ടോ? ഉണ്ടോ സഹോദരങ്ങളെ? സെക്കൻഡിൽ 30 കിലോമീറ്റർ, മിനിറ്റിൽ 30 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന കാറുണ്ടോ? മണിക്കൂറിലല്ലേ ഉള്ളൂ 30, 50, 60, 80 ഒക്കെ ഉള്ളൂ. ഇത് സെക്കൻഡിലാണ് ഞാൻ പറയുന്നത്. സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗത്തിൽ നമ്മയും കൊണ്ട് ഈ ഭൂമി കറങ്ങുമ്പോഴും, അത് ഖുർആനാ പറഞ്ഞതെങ്കിൽ അള്ളാഹുവിലും റസൂലിലും വേണ്ടത്ര വിശ്വാസമില്ലാത്ത മൂഢന്മാർക്ക് നിഷേധിക്കാം. പക്ഷേ ഇത് പറയുന്നത് ഇന്ന് ശാസ്ത്രമല്ലേ? നാം എല്ലാവരും അംഗീകരിക്കാൻ മനസ്സ് കാണിക്കുന്ന ശാസ്ത്രമല്ലേ നമ്മോട് പറയുന്നത്? അങ്ങനെയുള്ള ഒരു ഭൂമിയിൽ അള്ളാഹു നമ്മെ അരക്ഷിതാവസ്ഥ അറിയാതെ, ഭീതി എന്തെന്നറിയാതെ, പേടി എന്തെന്നറിയാതെ ഇക്കാലം അത്രയും ജീവിപ്പിച്ചിട്ട് ആ അള്ളാഹുവിനോട് നന്ദി കാണിക്കാതിരിക്കുമ്പോൾ ഈ പ്രകൃതിയുടെ ഘടനയെ താളം തെറ്റിച്ചുകൊണ്ട് നമ്മുടെ ഓർമ്മകളിലേക്ക്, എന്ന് മാത്രമല്ല ഓർക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? പടച്ച തമ്പുരാനെ ഓർക്കാതിരിക്കുമ്പോൾ വെറും ഓർക്കുന്നില്ലെന്ന് മാത്രമല്ല, അള്ളാഹയെ മറന്നാൽ പിന്നെ ആകാൻ പാടില്ലാത്തതൊന്നുമില്ലല്ലോ. നമുക്ക് വല്ലതുണ്ടോ? പടച്ചവനെ മറക്കുന്നവന് ആകാൻ മേലാത്തതൊന്നുമില്ല. എല്ലാ കൊള്ളരുതായികളും അള്ളാഹുവിൻ്റെ ഭൂമിയുടെ ഉപരിതലത്തിൽ ചവിട്ടി നിന്നുകൊണ്ട്, ഇതിൻ്റെ പുറന്തോടിന് മുകളിൽ ജീവിച്ചുകൊണ്ട്, അള്ളാഹു നിനക്ക് വേണ്ടി സുരക്ഷിതമാക്കി തന്ന ഭൂമിയിൽ നിന്ന് നീ കൊള്ളരുതായികൾ കാട്ടിയാൽ ഭൂമി നിനക്ക് നൽകുന്ന നിർഭയത്വത്തെ ഞാൻ അട്ടിമറിക്കും, തട്ടിപ്പറിക്കും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് അവലാ യറൗൻ. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അവലാ യറൗൻ, അവർ കണ്ടില്ലേ? ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ കാണണം, കണ്ണ് തുറന്ന് പിടിക്കണം. മരിച്ച ആളുകളുടെ എണ്ണം എന്ത്? ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ സ്വഭാവം എന്ത്? സർക്കാർ എന്ത് ചെയ്തു? നമുക്കെന്ത് ചെയ്യാം? ഇത് മാത്രമല്ല ആലോചന. അവലാ യറൗൻ, അവർ കണ്ടില്ലേ? ഒരു ചോദ്യമാണ് അള്ളാഹുവിൻ്റെ. അന്നഹും യുഫ്തനൂൻ, അവർ പരീക്ഷണത്തിന് വിധേയരാക്കപ്പെടുന്നുവെന്നത്. ഫീ കുല്ലി ആമിൻ, ഓരോ കൊല്ലവും, മറത്തൻ ഔ മറത്തൈൻ, ഒരു വട്ടം പ്രളയം, അല്ലെങ്കിൽ 2 വട്ടം പ്രളയം, അല്ലെങ്കിൽ പ്രളയമല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മാറിയുള്ള ദുരന്തങ്ങളിലൂടെ അവർ ഓരോ വർഷവും പരീക്ഷിക്കപ്പെടുന്നു എന്നത് കണ്ടില്ലേ അവർ? അപ്പം ആ പരീക്ഷണങ്ങൾ ഓരോ വർഷവും വരുന്നില്ലേ? ഓരോ വർഷവും മഴക്കാലമാകുമ്പോൾ നമ്മുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ കടുത്ത പരീക്ഷണം, ഈ മഴയുടെ അളവ് എത്രയായിരിക്കുമെന്ന പേടിയില്ലേ? ആരാണ് ഈ മഴയെ നിയന്ത്രിക്കുന്നത്? ഈ മഴയെ പിടിച്ചു നിർത്തി ഇത്തവണ പെയ്ത ഈ മഴ ചൂരൽമലയെയും മടിക്കയെയും തൂത്തെടുത്തുകൊണ്ട് കടലിലെറിഞ്ഞ, പുഴയിലെറിഞ്ഞ ആ ഗ്രാമവാസികളെ ദൂരങ്ങളിൽ കൊണ്ടുപോയി 50 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയി ചാലിയാറിൽ തള്ളിയ ഈ മഴ, ആ മഴ കുറച്ചുകൂടി ഒന്ന് നീണ്ടു നിന്നിരുന്നെങ്കിൽ ആരാണ് ഈ മഴയെ നിയന്ത്രിച്ചത്? ആരാണ് ഈ മഴയെ പിടിച്ചു നിർത്തി തന്നത്? ഒരു ദിവസം നിന്ന് പെയ്യാനുള്ള മണ്ണുണ്ടോ, നാടുണാണോ ഈ കേരളം? ഒരു ദിവസം നേരെ ചൊവ്വെ പെയ്തു തീർക്കാൻ ഈ കേരളമില്ല. ഈ മണ്ണിൽ ജീവിക്കുന്ന അഹങ്കാരിയായ മനുഷ്യ നാമില്ല എന്ന് ഓർക്കണമെന്നുള്ള പറയാം. അള്ളാഹു അടുത്തതായി പറയുന്നത്, എന്നിട്ടും അവർ തിരുത്തുന്നില്ലല്ലോ എന്നാണ്. പുത്തുമല ദുരന്തമുണ്ടായി. മടിക്കൈക്കപ്പുറത്ത് 3 കിലോമീറ്ററുകൾക്കപ്പുറത്ത്
2-3 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരെ കവളപ്പാറയിൽ ദുരന്തമുണ്ടായി ഇതുപോലെ. അപ്പോഴൊക്കെ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ പരിസരങ്ങളും അപകട ഭീഷണിയിലാണെന്ന് എല്ലാവരും അറിയാവുന്നവർ പറഞ്ഞു. പക്ഷേ ആ അപകടാവസ്ഥ ഇല്ലാതാക്കാൻ ആരെങ്കിലും വല്ലതും ചെയ്തോ? ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തമായ സൂചന നൽകിയ മാധവ് ഗാഡ്ഗിൽ പറയുന്നു, ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ നേരമില്ലാത്തത് കൊണ്ടാണ്. ഇതിവിടെ വരും 4-5 വർഷത്തിനുള്ളിൽ അടുത്ത ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ആ മനുഷ്യൻ പറഞ്ഞു അത്രേ. പ്രിയപ്പെട്ടവരെ, പഠിക്കുന്ന മനുഷ്യന് ഇതൊക്കെ പറയാൻ പറ്റും. പഠിക്കാത്ത പട്ടിക്ക് പറയാൻ പറ്റും. പഠിക്കാത്ത തത്തയ്ക്ക് പറയാൻ പറ്റും. അവിടെ തൻ്റെ നാത്തുവിനെ രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയ ഒരു സഹോദരിയും ഭർത്താവും അവിടെ ചെന്നിറങ്ങിയപ്പോൾ മുതലേ 2 പട്ടികൾ തങ്ങളുടെ പുറകെ നിന്ന് മാറിയില്ല. അവസാനം നാത്തുവിനെ, തൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയെ വണ്ടിയിൽ കയറ്റി അവിടം വിട്ടതിന് ശേഷമാണ് ആ പട്ടികൾ മാറിപ്പോയത്. അപ്പോഴേ അപകടത്തിൻ്റെ സൂചന ഞാൻ മണത്തിരുന്നു എന്നൊരു സഹോദരി പറഞ്ഞത് കേട്ടില്ലേ? പട്ടിക്കറിയാം, എനിക്കും നിങ്ങൾക്കും അത്രയും വലിയ അറിവൊന്നുമില്ല. തത്ത സൂചിപ്പിച്ചിട്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞവരെ നിങ്ങൾ കേട്ടില്ലേ? തത്തയ്ക്കറിയാം പ്രകൃതിയിൽ വരാൻ പോകുന്ന, അടുത്ത നിമിഷമല്ല, അടുത്ത മണിക്കൂറിലല്ല, ദിവസങ്ങൾക്കപ്പുറത്ത് വരാൻ പോകുന്നതിനെ കുറിച്ച് ഈ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കൊക്കെ അവയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് കെട്ടിയിട്ട മൃഗങ്ങളല്ലാതൊന്നും അപകടപ്പെട്ടിട്ടില്ലല്ലോ. ഓരോന്നും അതിൻ്റെതായ സുരക്ഷിതമായ താവളങ്ങളിൽ ചെന്ന് പറ്റിയല്ലോ. ഈ അറിവ്, ഈ പ്രകൃതിയിൽ എന്താണ് നടക്കുന്നതെന്ന അറിവ് അല്ലാഹു ഔഹൈന അവയ്ക്കൊക്കെ വഹയിലൂടെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് അഫലാന്ന് ഈ പരീക്ഷണങ്ങൾ നിന്റെ മുമ്പിൽ വന്നുപെടുമ്പോൾ നീ ചെയ്യേണ്ട എന്താ? തുമ്മലായ തുബൂൻ, അവർ തൗബ ചെയ്യണം, തിരുത്തണം. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടേൺ. ചെയ്തു കൂട്ടിയ അപരാധങ്ങളെ കുറിച്ച് ഓർത്ത് തിരുത്തുന്നതിൻ്റെ പേരാണ് തൗബ. അവരെന്തേ? സുമ്മലായ തൂബൂൻ, പിന്നെയും സുമ്മ അവർ തിരുത്തുന്നില്ലല്ലോ. വലാവും യദ്ദക്കറൂൻ, അവർ ചിന്തിക്കുന്നു പോലും ഇല്ലല്ലോ. അവർ ചിന്തിക്കുന്നു പോലും ഇല്ല, എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ചിന്തിക്കുന്നു പോലും ഇല്ല. അത് അക്കാഡമീഷ്യന്മാരുടെ വർത്തമാനങ്ങളാണ്. അവർ പറയാനുള്ളത് പറഞ്ഞോട്ടെ, അത് പഠിച്ചിട്ട് വല്ലതും നമ്മളോട് പറയുന്നവരങ്ങോട്ട് പോവുക പോലും വേണ്ട. അപ്പം തിരുത്തുന്നില്ലല്ലോ, നിങ്ങൾ ചിന്തിക്കുന്നു പോലും ഇല്ലല്ലോ. ചിന്തിച്ചാൽ ഈ ദുരന്തം വരുമായിരുന്നില്ലെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് പലതും പറഞ്ഞു. മുകളിൽ നിന്ന്, മലകളിൽ നിന്ന് അതിശക്തമായി പൊട്ടിയൊഴുകുന്ന വലിയ മലവെള്ളപ്പാച്ചിലിനെ താങ്ങി നിർത്താനുള്ള ശേഷിയുള്ള വലിയ മരങ്ങളുണ്ടവിടെ. ആ മരങ്ങളിൽ അതുപോലെ തന്നെ കൊച്ചു മരങ്ങളുണ്ട്. അതൊക്കെ മുറിച്ചു മാറ്റുമ്പോൾ അവിടെയൊക്കെ ആ വലിയ വെള്ളപ്പാച്ചിൽ തട്ടിയൊഴുകി പല വഴികളിലായി, കൈവഴികളിലായി ഒഴുകി മാറി ആ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ ആഘാതം കുറയ്ക്കാനുള്ള ഏർപ്പാടെല്ലാം പടച്ചോൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ആ വഴികളിൽ നിന്ന് തുടച്ചു നീക്കി പയ്യവർ നമ്മളല്ലേ. 1000 റിസോർട്ടുകളുണ്ടത്രേ, 1000 റിസോർട്ടുകൾ. അതിൻ്റെ അപകടത്തെക്കുറിച്ച് അറിയേണ്ടവർ പറയുകയും പറഞ്ഞു കൊടുക്കുകയും വേണം. അള്ളാഹു തിരുത്തുന്നില്ലല്ലോ, തൗബ ചെയ്യുന്നില്ലല്ലോ എന്ന് മാത്രമല്ല പറയുന്നത്, വലാഹും യദ്ദക്കറൂൻ, അവർ ചിന്തിക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലുതായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നാം തന്നെ നമ്മുടെ സഹോദരങ്ങളെ കൊലയ്ക്ക് കൊടുത്ത ഈ മുഴുവൻ ആളുകളുടെയും കൊലയ്ക്ക് നാളെ പിടിച്ചു നിർത്തി പടച്ചോ നമ്മളെ കൊണ്ട് മറുപടി പറയിക്കും. നിങ്ങൾ എന്തിനു ഈ സഹോദരങ്ങളെ കൊന്നുവെന്ന്. കാരണം ഈ ഇടുക്കിയിൽ നിന്ന് നിങ്ങൾക്കറിയോ, അവിടെ പ്രളയം വന്നിട്ട് ഇടുക്കിയിലും പ്രശ്നങ്ങളില്ലേ? ഇടുക്കി പഴയ ഇടുക്കിയാണോ? ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ ഒരു 25 മീറ്റർ ഞാൻ കൂട്ടി പറയുകയാണ്. ഈ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ താഴോട്ടും മുകളിലോട്ടും ഉള്ളതാ ഭൂമി. ഈ 25 കിലോമീറ്റർ താഴെയും മുകളിലുള്ള പ്രദേശം ഒരു 25 വർഷത്തിനിപ്പുറം എവിടെയെങ്കിലും പഴയതുപോലെ ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഭൂമിയെ തന്നെ നമ്മൾ മാറ്റി, ഭൂമിയുടെ കോലം തന്നെ നമ്മൾ മാറ്റി. പഴയ ആലുവ 20 കൊല്ലം മുമ്പ് ആലുവയിൽ വന്നയാൾക്ക് പഴയ ആലുവ കാണാൻ പറ്റുമോ? ഭൂമി എന്ന് പറയുന്നത് ഒരു 10-20 മീറ്ററാണ് താഴോട്ടും മേലോട്ടും. അതാകെ മാറ്റിയില്ലേ നമ്മൾ? മാറ്റിയാൽ ഭൂമിയെ ആകെ അതിലാണ് നമ്മളെ നിലനിർത്താൻ, ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട്. ഒരു 10 മീറ്റർ താഴെ, ഒരു 10 മീറ്റർ മുകളിൽ അവിടെ അല്ല ചെയ്തു വെച്ചേക്കുക. അതിനെയാണ് നമ്മൾ അട്ടിമറിക്കുന്നതെങ്കിൽ വലാഹും യദ്ദക്കറൂൻ. ഇപ്പോഴാണ് ഏറ്റവും വലിയ ചർച്ചകൾ നടക്കേണ്ടത്, ഗൗരവമുള്ള ചർച്ചകൾ, വേദനിപ്പിക്കുന്ന ചർച്ചകൾ. എന്തുകൊണ്ടത് സംഭവിച്ചു? അതിനെക്കുറിച്ച് തിരുത്താനുള്ള വഴികളുണ്ടോ? മണ്ണിടിച്ചിൽ, ഇവിടെ ദുരന്തങ്ങൾ വരുമ്പോൾ അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങളങ്ങോട്ട് സുരക്ഷിതരായിരിക്കുന്നു എന്ന് വെറുതെ കരുതുകയാണോ?
അള്ളാഹു പറയുന്നു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, അള്ളാഹു ആകുന്നു ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി വിധേയമാക്കി തന്നവൻ. ഈ ഭൂമിയെ വിധേയമാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. വിധേയമാക്കിയവൻ അള്ളാഹുവാ. ഫംശൂ ഫീ മനാകിബിഹാ, അതിനാൽ അതിൻ്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടന്നോളൂ. അതിൻ്റെ ചുമലിലൂടെ നടന്നോ. എങ്ങാനും 30 കിലോമീറ്റർ സെക്കൻഡിൽ മിടിക്കുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമി ഒന്ന് ഉലഞ്ഞാൽ നിങ്ങൾ നടക്കുമോ? ഭൂകമ്പത്തിൻ്റെ ചെറിയ കുലുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ കുലുങ്ങി വിറച്ച് നിലം പൊത്തുന്ന കാഴ്ച എത്ര കണ്ടു? ഫംശൂ ഫീ മനാകിബിഹ, അതിൻ്റെ തോളത്ത് ചവിട്ടി നടന്നോ എന്നുള്ള പറയുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? അങ്ങനെ ഒന്നും നിങ്ങൾക്ക് നടക്കാൻ പറ്റുമായിരുന്നില്ല. വകുലൂ മിർ റിസ്ഖി, അവൻ്റെ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ തിന്നോളൂ. പക്ഷേ ഇലൈഹിൻ നുശൂർ, അവങ്കലേക്കാണ് മടക്കം എന്ന കാര്യം മറക്കരുത്. ഇത്രയും പറഞ്ഞിട്ടുള്ള ചോദിക്കുക, അമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ, ആകാശത്തിലുള്ളവൻ നിങ്ങളെയും കൊണ്ട് ഈ ഭൂമി വിഴുങ്ങിക്കളയുന്നതിൽ നിന്ന്, ആകാശത്തുള്ളവൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങളെ ഈ ഭൂമി വിഴുങ്ങിക്കളയുന്നതിനെ കുറിച്ച് നിങ്ങൾ പേടിയില്ലാതെ കഴിയുകയാണോ? നിർഭയരായിരിക്കുകയാണോ? മണ്ണ് മലകൾ വിണ്ടുകീറി അതിലേക്ക് ഗ്രാമങ്ങൾ ആളുകൾ ആണ്ടുപോകുന്ന ഈ വിഴുങ്ങൽ, ഭൂമിയുടെ വിഴുങ്ങൽ, മണ്ണിടിച്ചിലിൽ നിങ്ങൾ അകപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഇന്ത്യ രാജ്യത്ത് ആകെ ഉണ്ടായ മണ്ണിടിച്ചിൽ 3782 അത് കേരളത്തിൽ അത് ഉണ്ടായത് 2239. കേരളത്തിൽ മൊത്തം ഇന്ത്യയിലുണ്ടായ മണ്ണിടിച്ചിലിൻ്റെ കേരളത്തിൻ്റെ അനുപാതമാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന പശ്ചിമ ബംഗാളിലുണ്ടായത് 374. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കേരളം എത്ര നിർഭയമാണ്. മണ്ണിടിഞ്ഞ് വീണ് നിങ്ങളതിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? സൂറത്ത് തബാറക്ക എല്ലാ ദിവസവും ഓതാൻ. ഭൂമിയിൽ ചവിട്ടി ജീവിച്ച പോരാ, ഭൂമിയിൽ ഒരുപാട് മണ്ണൊരുക്കി തോട്ടങ്ങൾ സ്വന്തമാക്കി വാണാൽ പോരാ. ഈ ഭൂമിയുടെ നിർഭയാവസ്ഥയ്ക്ക് ഭംഗം വരുന്ന നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ കൂടി വേണമെന്ന് അല്ല പറയാ. അമിന്തും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ. അതുപോലെ അള്ളാഹു ചോദിക്കുകയാണ്, ഈ ഭൂമി നിങ്ങളെയും കൊണ്ട് അപ്പോൾ ഇളകി മറിയുകയായിരിക്കും. നിങ്ങളെയും കൊണ്ട് ഈ ഭൂമി മണ്ണിടിച്ചിൽ സംഭവിച്ച് നിങ്ങൾ അതിനകത്ത് ആണ്ടുപോകുന്നതിനെ കുറിച്ച്, അതല്ലേ ഇപ്പോൾ സംഭവിച്ചത്? ഇത് അള്ള ചോദിച്ചില്ലേ നമ്മളോട്? ഭൂമിയിൽ നിന്ന് എവിടെയും നമ്മൾ സുരക്ഷിതരല്ല, നമുക്കെങ്ങും നിർഭയമില്ല. ഒരു മനുഷ്യൻ ഈ ലോകത്ത് ലഭിക്കേണ്ടത് ഏറ്റവും വലിയത് നിർഭയത്വമാണ്. പക്ഷെ ആ നിർഭയത്വത്തിൽ ഒന്നാമത്തെ നിർഭയത്വം അവൻ ജീവിക്കുന്ന അവൻ്റെ മണ്ണ് തരുന്ന നിർഭയത്വമാണ്. ആ നിർഭയത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തുറപ്പാണുള്ളത്? അമിന്തും മൻ ഫിസ് സമാ അൻ യുർസില അലൈക്കും ഹാസിബ, നിങ്ങളുടെ ഇടയിലേക്ക് ചരൽ കാറ്റയച്ചുകൊണ്ട് അല്ലാഹു തആല നിങ്ങളെ ശിക്ഷിക്കുന്നതിനെ കുറിച്ച് ഫസൗഫ തഅലമൂന കൈഫ നദീർ. അപ്പോൾ അള്ളാഹുവിൻ്റെ താക്കീത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വഴിയെ അറിഞ്ഞോളൂ എന്ന്. വലിയ കാറ്റ്, കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച് ഈ ഭൂമി, നിങ്ങളുടെ സുരക്ഷിത ഭൂമി, നിങ്ങളുടെ അനുഗ്രഹീത ഭൂമി, നിങ്ങളുടെ എല്ലാമായ ഭൂമി, നിങ്ങളുടെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ നിങ്ങളുടെ ഭൂമി, നിങ്ങളുടെ എല്ലാം തകർത്തെറിയുന്ന ആ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് നിങ്ങൾ നിർഭയരാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, സംഭവിച്ച ഈ മഹാദുരന്തത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാണ്. മലകളിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന ആ വെള്ളം അറിയാവല്ലോ, മുല്ലപ്പെരിയാർ ഇപ്പോഴും ഭീഷണിപ്പെടുത്തുമ്പോൾ അതിനൊന്നും വരാതിരിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അത് വന്നാൽ പിന്നെ ഇടുക്കിയെ അത് ബാധിക്കുമത്രേ. അത് പിന്നെ ഇങ്ങോട്ട് ഒഴുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലുവയാണ്, മലയല്ലേ, അവിടുത്തെ ഇടുക്കിയിലെ മലയല്ലേ, ആലുവയ്ക്ക് എന്ത് ചെയ്തതെന്ന് ഇന്ന് പ്രളയാനന്തര കാലത്ത് നമ്മളാരും ചോദിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം പെരിയാർ യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രളയം പെരിയാറിന് സമ്മാനിച്ചത് എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവരാണ് ആലുവക്കാർ. ഇടുക്കി ഇളകിയാൽ പെരിയാറില്ല, ആലുവയില്ല, സമതലങ്ങളെങ്ങുമില്ല. വയനാട് കലിതുള്ളിയാൽ ആ പ്രദേശങ്ങളില്ല. അതുകൊണ്ട് അള്ളാഹു ഇതിനെ ഓരോന്നിനെയും പരസ്പരാശ്രയത്വത്തിൽ, പരസ്പര ബന്ധത്തിൽ നിർത്തിയിരിക്കുക. ഭൂമിയിലെ ഒരു മനുഷ്യനും സ്വയം പര്യാപ്തനല്ല. ഓരോരുത്തരും അന്യോന്യം സഹകരിച്ചും സഹായിച്ചും ഒരാളുടെയും അവകാശങ്ങളിൽ കൈവയ്ക്കാതെയും അവൻ്റെ സുരക്ഷിതമായ നിലനിൽപ്പിന് സഹായകമായി അള്ളാഹു ഒരുക്കി വെച്ച മണ്ണിന് നേരെ കയ്യേറാതെയും നമുക്ക് ജീവിക്കണം സഹോദരങ്ങളെ. അത് അള്ളാഹു നമ്മളോട് പറയുകയാണ്. നിങ്ങളെന്താ ഇതെല്ലാം ഓരോ കൊല്ലവും നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടും നിങ്ങളൊന്നത് മടങ്ങാത്തത്, തിരുത്താത്തത്, പഠിക്കാത്തത്?
പഠനം, ചിന്ത, തിരുത്തൽ, ഇതല്ലേ ഇപ്പോൾ ആളുകൾ പറയണേ. പക്ഷെ ഇപ്പോൾ നമ്മുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ആകെ തിരുത്തലോ പഠനമോ ഇപ്പം നടക്കുന്നില്ല. കാരണം പഠിച്ചാൽ തിരുത്തേണ്ടി വരും. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാരൊന്നും വരണ്ടെന്ന് പറഞ്ഞ്. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതൊന്നും ഇപ്പോൾ തൽക്കാലം ആരും ചർച്ചയും ചെയ്യുന്നില്ല. ചെയ്യേണ്ട ആളുകളുടെ ചർച്ചകളിലൊന്നും അത് വരുന്നില്ല. ഗാഡ്ഗിൽ പറഞ്ഞതുമായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ടോ? അല്ലെങ്കിൽ മറ്റ് ജിയോളജിയുടെ ആളുകൾ പറഞ്ഞതുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? വലാഹും യദ്ദക്കറൂൻ, എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത് ഈ വിഷയത്തിൽ? ചിന്തകന്മാരുടെ വർത്തമാനങ്ങൾക്ക് കാതു കൊടുക്കേണ്ട സമയമാണിത്. അള്ളാഹുവിൻ്റെ കൽപ്പനയായത്, എൻ്റെ നിങ്ങളുടെ അഭിപ്രായമല്ല. എന്താണോ ചിന്തകന്മാർ പറഞ്ഞത്, നമുക്ക് പിടിച്ചു നിൽക്കാൻ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് പഠന ഗവേഷണങ്ങൾ നടത്തുന്ന ചിന്തകന്മാർ വലാഹും യദ്ദക്കറൂൻ, അവർ പറയുന്നത് കേൾക്കണം, എന്നിട്ട് തിരുത്തണം. അള്ളാഹു നിങ്ങൾക്കും എനിക്കും ആ കഴിവ് തന്നിട്ടില്ലാതുള്ളൂ. തത്തയ്ക്ക് കൊടുത്ത അള്ളാഹുവാണത്, പട്ടിക്ക് കൊടുത്ത അള്ളാഹുവാണത്, മറ്റ് ജീവജാലങ്ങൾക്ക് കൊടുത്ത അള്ളാഹുവാണത്. നമ്മുടെ ഈ സാമർഥ്യമൊന്നും യഥാർത്ഥത്തിൽ നമ്മുടെ സുരക്ഷിതമായ നിലനിൽപ്പിന് സഹായകമല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന, അള്ളാഹു പറയുന്നുണ്ട്, ഒമാക്കാൻ റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിളുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. അള്ളാഹു തആല ഒരു ജനതയെ, ഒരു ഗ്രാമത്തെ അക്രമപരമായി നശിപ്പിക്കുകയില്ല. വഅഹ്ലുഹാ മുസ്ലിഹൂൻ, ആ നാട്ടിലുള്ള ജനങ്ങൾ നല്ല പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കെ അക്രമപരമായി നശിപ്പിക്കില്ല. ഇതും പടച്ചോൻ പറഞ്ഞതാ. അതെന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ജനങ്ങൾ, ഈ മരിച്ചുപോയ മനുഷ്യരെല്ലാം പാപികളാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുരന്തം വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു സമീപനമുണ്ട്. ദുരന്തം വരുമ്പോഴുള്ള പടച്ചവൻ്റെ ഒരു സമീപനമുണ്ട്. എന്തെന്നറിയോ? അള്ളാഹു ഫലമ്മാ നസൂമാ ദുഃഖിറൂബി, അവരോട് ഓർമ്മിപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ മറന്നപ്പോൾ, അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂഇ, തെറ്റിനെ തിരുത്താൻ ആവശ്യപ്പെട്ടവരെ മാത്രം നാം രക്ഷിച്ചു. വഅഖദനല്ലദീന ളലമൂ ബിഅദാബിൻ ബഈസിൻ, അക്രമം ചെയ്തവരെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കി, അവരുടെ കയ്യിലിരിപ്പ് കാരണം. എന്നിട്ട് അള്ളാഹു പറയുകയുണ്ടായി, ഫലമ്മാ അത്തൗ അമ്മാ നുഹു അൻഹു, അവരോട് വിലക്കപ്പെട്ട കാര്യങ്ങളെ അവർ മറികടന്നപ്പോൾ, അള്ളാഹു അവിടെ അക്രമികളായ ആളുകളെന്ന് പറഞ്ഞിടത്ത് മുഫസ്സിറുകൾ എഴുതി വച്ചിരിക്കുകയാണ്, അള്ളാഹു അരുതേ എന്ന് പറഞ്ഞവരെ രക്ഷപ്പെടുത്തി, ആ വിഷയത്തിൽ മൗനം ദീക്ഷിച്ച, തെറ്റിനോട് കൂട്ടുചേർന്ന് നിന്നുകൊണ്ട് നല്ല പിള്ള ചമയാൻ ശ്രമിച്ച ആളുകളെയും ആ അപകടത്തിൽപ്പെടുത്തി ബനൂ ഇസ്രായേലിയർ. നല്ല പിള്ള ചമയാൻ, പ്രിയപ്പെട്ടവരെ, അറിയാമല്ലോ, കേരളത്തെ നെടുക പിളർന്നുകൊണ്ട് 143 കിലോമീറ്റർ റോഡൊക്കെ പണിയുമ്പോൾ ആദ്യമൊക്കെ പ്രതിരോധം തീർത്ത ആളുകൾ കൈ നിറയെ കാശ് കിട്ടിയപ്പോൾ വാങ്ങി പോക്കറ്റിലിട്ടിട്ട് മിണ്ടാതിരിക്കുകയല്ലേ ചെയ്തത്, അല്ലേ? സത്യത്തിൽ ഈ തെറ്റിൽ നമ്മൾ പങ്കാളികളാകുന്നുണ്ടോ എന്ന കാര്യം ശരിക്കാലോചിക്കണം. കൈ നിറയെ കാശ് കിട്ടിയപ്പോൾ, നഷ്ടപരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ കിട്ടിയപ്പോൾ, എന്നാ പിന്നെ പോട്ടെ, മല പോയാലും മിണ്ടില്ല, മഴ പെയ്തില്ലേലും വേണ്ടില്ല, വെള്ളം താണില്ലേലും വേണ്ടില്ല, റോഡങ്ങായിക്കോട്ടെ, പോക്കറ്റ് കാശായല്ലോ എന്ന് വിചാരിക്കുന്നവരെയും അള്ളാഹു ശിക്ഷിച്ചു, തെറ്റ് ചെയ്തവരെ മാത്രമല്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകൃതിയിൽ നമുക്ക് നമ്മുടെ എന്തും ചെയ്യാനുള്ള അവകാശമില്ല. ഞാൻ പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയുണ്ടായി, ഈ മഹാദുരന്തങ്ങളൊക്കെ നമുക്ക് വന്നുകൂടുന്ന ഒരു കാലത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഇദത്തുഖിദൽ ഫൈഉ ദിവല, പൊതുമുതലിൽ അഴിമതി വ്യാപിക്കുമ്പോൾ, വല്ലമാനത്തു മഗ്നമ, സൂക്ഷിച്ചേൽപ്പിച്ചപ്പെട്ട വസ്തു സ്വന്തം മുതൽ പോലെ ഉപയോഗിക്കുന്ന കാലം വരുമ്പോൾ, വസക്കാത്തു മഖറമ, സക്കാത്ത് കൊടുക്കാതെ കടമായി കെട്ടിക്കിടക്കുമ്പോൾ, വതുഉല്ലിമലി ഗൈരിദ്ദീൻ, വിദ്യാഭ്യാസത്തിൽ നിന്ന് ധർമ്മവും മതവും പാടെ മാറ്റി നിർത്തപ്പെടുമ്പോൾ, അങ്ങനല്ലേ പള്ളിക്കൂടത്തിൽ ഇപ്പോൾ മതത്തിൻ്റെ ചിഹ്നം പോലും പാടില്ല, വിദ്യാഭ്യാസത്തിൽ നിന്ന് മതം മാറ്റി നിർത്തപ്പെടുമ്പോൾ, ഇങ്ങനെയൊക്കെ കാലത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറയാം. വഅതാ അർറജുലു ഇംറഅതഹു, പുരുഷൻ തൻ്റെ ഭാര്യയെ അനുസരിക്കുകയും വഖ ഉമ്മഹു, ഉമ്മയെ വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ, വാദിന സദീഖഹു വഖസാബാഹു, കൂട്ടുകാരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വാപ്പയെ മാറ്റി നിർത്തുമ്പോൾ വീടുകളിൽ നിന്ന്, വലഹറത്തിൽ അസ്വാത്ത് ഫിൽ മസാജിദി, പള്ളികളിൽ ഒച്ചപ്പാടും ബഹളവും പെരുകുമ്പോൾ, വസാദൽ ഖബീലത്ത ഫാസിഖുഹും, സമുദായങ്ങളുടെ നേതാവ് തെമ്മാടികളും മറ്റുമാകുമ്പോൾ, സമുദായ നേതാക്കന്മാരെന്ന് പറയുന്നവർ വെറുപ്പിനും വിദ്വേഷത്തിനും നേതൃത്വം നൽകുന്ന കള്ളന്മാരും കള്ളുകുടിയന്മാരും കള്ളുകച്ചവടക്കാരും ഒക്കെ ആകുമ്പോൾ, വക്കാന സഈമുൽ ഖൗമി അർദലഹും, ഒരു സമൂഹത്തിൻ്റെ വക്താവ് അതിലെ ഏറ്റവും തരം താണവൻ നീചനാകുമ്പോൾ, ആണോ
നമ്മൾ ആലോചിച്ചാൽ മതി. ആണോ ഇന്ന്? ഒന്ന് ആലോചിച്ചാൽ മതി. ഞാനൊന്നും പേരെടുത്ത് പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. ഓ ഉക്കരിമറജുലു മഖാഫത്തെ ഷെരിഹി, ആരെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് അവനെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാലം വരുമ്പോൾ, ഇപ്പം അങ്ങനല്ലേ, അധികാരത്തിൻ്റെ നിയമത്തിൻ്റെ പേര് പറഞ്ഞ് ശല്യം ഉണ്ടാക്കുമെങ്കിൽ അവനെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാലം വരുമ്പോൾ, വലഹറത്തിൽ ഖൈനാത്ത് വൽ മആസിബു, നർത്തകികളും ഗായികമാരും സമൂഹത്തിൽ പെരുകുമ്പോൾ, ഇതൊക്കെ പെരുകുമ്പോൾ, വശുരിബത്തിൽ ഖംറ്, കള്ള് തടസ്സമേതുമില്ലാതെ മടിയില്ലാതെ കുടിക്കപ്പെടുമ്പോൾ, ഈ സമുദായത്തിൻ്റെ അവസാനം മുമ്പുള്ളവർക്ക് വിവരമില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവരെ ശപിക്കുമ്പോൾ, ഫർതഖിബു ഇൻദ ദാലിക, അന്നേരം കാത്തിരുന്നോണേ, റീഹൻ ഹംറാ, തീക്കാറ്റുകളെ, ഞാൻ വിശദീകരിക്കുന്നില്ല, നേരമില്ല, വസൽസലതൻ, ഭൂകമ്പങ്ങളെ, ഭൂമി പിടച്ചിലുകളെ, ഉലച്ചിലുകളെ, വഖസ്ഫൻ വമസ്ഖൻ വഖദ്ഫാ. വഖസ്ഫൻ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഖസ്ഫിനെ, അതായത് ഡിഫോമേഷനെ, ഡിസ്ഫിഗർ. എന്താ അതിൻ്റെ അർത്ഥം? മനുഷ്യൻ്റെ രൂപങ്ങളിൽ മാറ്റം വരും, രൂപവൈകൃതങ്ങൾ സംഭവിക്കുന്നതിനെ ഖസ്ഫിനെ. വമസ്ഖൻ, അതുപോലെ തന്നെ പരിസ്ഥിതി മാറ്റത്തെ, സ്വഭാവമാറ്റം, രൂപവൈകൃതം, കോലം കെടുത്തൽ, വിരൂപമാകൽ എന്നൊക്കെയാണ് അതിന് ഡിക്ഷണറി കൊടുത്തിരിക്കുന്ന അർത്ഥം. മസ്ഖ് അത് വിശദീകരിക്കുന്നില്ല ഞാൻ. ഇതൊക്കെ സംഭവിക്കുക അവിടെ മരിച്ചുപോയ നമ്മുടെ പ്രിയ സഹോദരങ്ങളുടെ ആണോ പെണ്ണോ എന്ന് പോലും തിരിച്ചറിയാനാവാത്ത രൂപമാറ്റങ്ങൾക്ക് വിധേയമായ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ. വഖദ്ഫൻ എന്ന് പറഞ്ഞാൽ വിക്ഷേപണങ്ങൾ, ഏറുകൾ, ബഹിഷ്കരണങ്ങൾ, അടിച്ചിറക്കലുകൾ, അധിക്ഷേപങ്ങൾ, വെടിപൊട്ടിക്കലുകൾ എന്നൊക്കെ അർത്ഥമാണ് ഈ ഒറ്റ വാക്കിന് ഡിക്ഷണറി കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾ കാത്തോണം. നേരത്തെ പറഞ്ഞ 15 കൂട്ടം കാര്യങ്ങൾ നിങ്ങളിൽ വന്നാൽ അള്ളാഹുടെ ഭൂമിയിൽ എന്തും ആകാൻ അള്ളാഹ് അനുവദിക്കില്ല. ഒരു നിശ്ചിത പരിധിക്ക് അപ്പുറത്തേക്ക് പോയാൽ അള്ളാഹു അതിനെ നിയന്ത്രിക്കും. പടച്ച തമ്പുരാൻ നമുക്ക് തിരുത്താൻ, തുമ്മലായ തൂബൂൻ, എന്നിട്ടും അവർ തിരുത്തുന്നില്ലല്ലോ, പശ്ചാത്തപിക്കുന്നില്ലല്ലോ. വലാഹും യദ്ദക്കറൂൻ, അവർ ഒന്നിച്ചിരുന്ന് പ്രശ്നത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. അള്ളാഹു ചോദിക്കുന്ന അക്കാര്യത്തിലേക്ക് മടങ്ങണം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണ്, അത് നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ എവിടെയാണ് തിരുത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൂലങ്കഷമായ ചിന്ത കേരള വ്യാപകമായി, എന്തുകൊണ്ടിത്, നാളെ നമുക്കിത് വരുമോ, നാളെ എന്താണ് ആലുവയുടെ അവസ്ഥ, നാളെ എന്താണ് ഇടുക്കിയുടെ അവസ്ഥ, എന്താണ് വയനാടിൻ്റെ സ്ഥിതി, എന്തുകൊണ്ടത് വന്നു, ഈ ചിന്ത തുറന്നിടട്ടെ. ഒരു മാസം തീ പാറുന്ന ചർച്ച നടക്കട്ടെ, അതിലെല്ലാവരും ചേരട്ടെ. വലാഹും യദ്ദക്കറൂൻ, ചിന്തിക്കുന്നുമില്ലല്ലോ, തിരുത്തുന്നുമില്ലല്ലോ. ഓരോ കൊല്ലവും 1ഉം 2ഉം വന്നിട്ട് അള്ള ചോദിച്ച ഈ ആയത്തിനെ ഒന്നോർക്കുമോ, ഈ ഹദീസ് തരുന്ന താക്കീതുകൾ നമ്മളൊന്ന് മാനിക്കുമോ? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം, വളരെ ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മാനുഷികമായ ഇസ്ലാമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരുടെ പുനരധിവാസമാണ്. അപ്പം ഞാൻ അവിടെ പോയിരുന്നു, ഞാൻ മേഖലയിലേക്ക് പോയില്ല, അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന സെല്ലുകളിൽ ഒക്കെ പോയി, അവിടെയുള്ള സെല്ലുകൾ, പ്രധാനപ്പെട്ട സെല്ലുകളുടെ പ്രവർത്തകരൊക്കെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ 1-2 മണിക്കൂർ വിഷയങ്ങൾ സംസാരിച്ചു. ആ നിലയിൽ അവിടെ പ്രവർത്തനങ്ങളൊന്ന് ഏകോപിപ്പിക്കുക, എല്ലാവരും ഉണ്ടായിരുന്നു, MLA മാരും അവിടുത്തെ പ്രവർത്തകരും ഒക്കെ ഒരുമിച്ചിരുന്ന് വിഷയം സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇത് എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാ സഹായങ്ങളും എവിടെയെങ്കിലും കേന്ദ്രീകരിച്ച് ചില ആളുകളിലേക്ക് മാത്രം എത്തുന്ന സ്ഥിതി മാറ്റി, ഒന്നുമില്ലാത്ത, ചിലപ്പോൾ പലതും കിട്ടാത്ത, രേഖകളില്ലാത്ത, തെളിയിപ്പിക്കാൻ കഴിയാത്ത ആളുകളിലേക്കൊക്കെ ഇതിൻ്റെ സഹായം എത്തുന്ന വിധത്തിൽ പങ്കുവെച്ച് ഇതിൻ്റെ സേവനങ്ങൾ, ആവശ്യങ്ങൾ പങ്കുവെച്ച് വിതരണം ചെയ്യപ്പെടണം. ആർക്കും നിഷേധിക്കപ്പെടുന്ന സ്ഥിതി വരരുത് എന്ന ചർച്ചയൊക്കെ അവിടെ ഉയർന്നു വന്നു. ഏതായാലും എല്ലാവരും ഇന്ന് അൽഹംദുലില്ലാഹ് കൈമെയ് മറന്ന് ആ സാധുക്കളെ സഹായിക്കാൻ രംഗത്തുണ്ട് എന്നത് സന്തോഷജനകമാണ്. അതിന് ദേശീയ ഭരണകൂടം വേണ്ടത്ര ഇതുവരെ അവരുടെ ഇടപെടലുണ്ടായിട്ടില്ലെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ ഇടപെടൽ ശ്രദ്ധേയമാണ്, അഭിനന്ദനാർഹമാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഇടപെടലുകൾ അഭിമാനകരമാണ്. 100 കണക്കിന് വീടുകൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും അപര്യാപ്തത ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ്. വാക്ക് നൽകപ്പെട്ടതൊക്കെ പൂർത്തീകരിക്കപ്പെടുമ്പോഴേ യാഥാർത്ഥ്യമാകൂ. ഏതായാലും നമ്മുടെയും ഒരു പ്രശ്നമാണിതെന്ന് കണ്ട് അത് കാണാൻ നമുക്ക് കഴിയുക, അതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ കൂടി പ്രശ്നമാണ്, വയനാട്ടിലുണ്ടായ പ്രശ്നം നമ്മുടെയും പ്രശ്നമാണ് എന്ന തിരിച്ചറിവിലാണ് നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തുകളുടെ കോർഡിനേഷൻ, ജില്ലാ കോർഡിനേഷൻ അവിടെ ബന്ധപ്പെടുകയും അവിടെ നമ്മുടെ നാസർ മാനു എന്ന് പറയുന്ന ഒരു യൂട്യൂബർ കൂടിയാണ്. അദ്ദേഹത്തെ വിഷയത്തിൽ കണ്ട് ബന്ധപ്പെട്ടപ്പോൾ 1 ഏക്കർ 26 സെൻറ്റ് സ്ഥലം
അദ്ദേഹം വീട് വെക്കാനായി വിട്ടുതരികയും ചെയ്തിട്ടുണ്ട്. ഒരു 20 വീട് ഏറ്റവും അർഹരായ ആളുകൾക്ക് വെച്ച് കൊടുക്കണമെന്ന് നമ്മുടെ എറണാകുളം ജില്ലാ കോർഡിനേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ജമാഅത്ത് 2 വീട് അതിൽ വച്ചു കൊടുക്കാമെന്ന് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപ ഒരു വീടിന് കണക്കാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇൻഷാ അള്ളാഹ്. ഈ ഒരു നന്മയിൽ നമ്മളുടെ കൂടി നിസ്സംഗത കൊണ്ടോ അല്ലെങ്കിൽ പലതുകൊണ്ടും അപകടം സംഭവിച്ച ഒരു സമൂഹം നമ്മുടെ കൺമുമ്പിൽ നമ്മെ ഓർമ്മിപ്പിക്കാൻ, നമുക്ക് ഓർമ്മിക്കണമെങ്കിൽ ആരെയെങ്കിലും പാഠമാക്കണമല്ലോ അള്ളാഹുവിന്. നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ആരെയെങ്കിലും കരുവാക്കണ്ടേ? നമുക്ക് വേണ്ടി ദേ വരുന്നു ദുരന്തമെന്ന് നമ്മെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടി ഉപയോഗിച്ച കരുക്കൾ മാത്രമാണ് പാവത്തുങ്ങൾ. അള്ളാഹു അവർക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അവരിലെ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ, വലിയ ദറജാത്തുകൾ നൽകുമാറാകട്ടെ. അവർ ശുഹദാക്കളാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ അർത്ഥത്തിലുള്ള പദവി അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ, അവരുടെ വേദന മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പോകണം നമ്മൾ. എന്നോട് അവിടെ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വിതുമ്പലോടുകൂടി ഞങ്ങളെല്ലാമുള്ള സദസ്സിൽ MLA-മാരും നേതാക്കന്മാരും ഒക്കെ ഉള്ള സദസ്സിൽ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു സംഗതി, ഏറ്റവും വലിയ പ്രശ്നം പണവും വീടും എന്നതിനെല്ലാം അപ്പുറത്ത് ഒരു മാസം കഴിയുമ്പോൾ എല്ലാവരും ഒഴിഞ്ഞു പോകും. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിട്ട് എന്തെന്നറിയാതെ വിതുമ്പി വലിയ പ്രതിസന്ധിയിലായി പോകുന്നവരുടെ അടുക്കലേക്ക് നിങ്ങളുടെ ഭാര്യമാരെയും കൂട്ടി നാളുകളിൽ ഇനിയും നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കണം. അതാണ് ഇവർക്ക് നൽകേണ്ട ഏറ്റവും വലിയ സാന്ത്വനം എന്ന് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് എല്ലാവരുടെയും മനസ്സിനെ സ്പർശിക്കുകയുണ്ടായി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അനുജന്മാരാണ്, നമ്മുടെ വാപ്പമാർ, ഉമ്മമാർ, പെങ്ങന്മാരാണ്. അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് കൊണ്ടാകണം സുമ്മലായ തൂബു നമ്മുടെ പശ്ചാത്താപം പടച്ചവൻ്റെ മുമ്പിൽ വെക്കേണ്ടത്. അതുകൊണ്ട് ഈ ജമാഅത്ത് തന്നെ 2 വീട് അവർക്ക് നൽകാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നെങ്കിൽ ജമാഅത്ത് കോർഡിനേഷനോട് ചേർന്ന് അതിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പങ്ക് വഹിക്കണം. നിങ്ങളെ ബന്ധപ്പെട്ട പ്രവർത്തകർ സമീപിക്കുമ്പോൾ അത് കൃത്യമായ നിലയിൽ നമുക്ക് സ്ഥലം കിട്ടിക്കഴിഞ്ഞു, സുരക്ഷിതമായ സ്ഥലം, അവിടെ നമുക്കത് പണിത് കൊടുക്കാൻ കഴിയണം. പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. എന്നാൽ മാർദ്ദമായി ദുആ ചെയ്തുകൊണ്ട് ഇത്തരം നന്മ പ്രവർത്തനങ്ങളോട് നമ്മൾ കൈകോർത്ത് പിടിക്കുകയും ഇനിയും ഒരു ദുരന്തം എവിടെയും വരാതിരിക്കാൻ എന്താണ് വേണ്ടതെന്ന് ഒരുപാട് പഠനവും ചിന്തയും ചർച്ചയും നടക്കും. ഈ വിഷയത്തിലാകട്ടെ വലാഹും യദ്ദക്കറൂൻ, ചിന്തകൾ, ചർച്ചകൾ മുഴുവൻ ഇനിയൊരു ദുരന്തം, മനുഷ്യനിർമ്മിത ദുരന്തം, നാം കാരണമായുള്ള ദുരന്തം അതാണെന്ന് അറിവുള്ളവർ മുഴുവൻ സ്ഥാപിച്ചു കഴിഞ്ഞതാണ്. അത് വരാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അത് തീർച്ചയായിട്ടും നമ്മുടെ തഖ്വയുടെ ഭാഗമാണ്, ഈമാൻ്റെ ഭാഗമാണ്, ഇബാദത്തിൻ്റെ ഭാഗമാണ്. അത് പാരിസ്ഥിതി പ്രശ്നമെന്ന് പറയുന്ന ഇസ്ലാമിൽ നിന്ന് വേറിട്ട ഒരു പ്രശ്നമല്ല. പരിസ്ഥിതി അള്ളാഹുവിൻ്റെതാണ്. നമുക്ക് 3 ബന്ധങ്ങളാണ്. 1 അള്ളാഹുവിനോട്, 2 അവൻ്റെ ഇബാദുകളോട്, 3 നാം ജീവിക്കുന്ന പരിസ്ഥിതികളോട്. ഈ 3നോടുമുള്ള ബന്ധം നമ്മൾ ശരിയായ വിധത്തിൽ പൂർത്തീകരിച്ചാകണം നമ്മുടെ പ്രയാണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടെ